തേടി വന്നു. ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നു. ദോഷിയാമെന്നെയും എന്നെയും നാഥ ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി. മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്. മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്. തേടി വന്നു. ദോഷിയാമെന്നെയും എന്നെയും നാഥ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗപിതാവേ, അതിമനോഹരമായ നല്ല സമയത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. ഈ നല്ല വിശുദ്ധ ദിവസത്തിൽ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല ദാനമായി നൽകേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്നുവരെയും ആ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചല്ലോ. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ സൂക്ഷിച്ചല്ലോ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ, നന്ദി. രാത്രികാലവും അത്ഭുതമായ അതിശയമായി ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചു നല്ല ഈ വിശുദ്ധ ദിവസത്തിൽ നന്ദി പറയുവാനും സ്തോത്രം ചെയ്യുവാനും സഹായിച്ചതോർത്ത് സ്തോത്രം അപ്പാ, സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽക്കാലം അടുത്ത കൃപയും കരുണയും ഞങ്ങൾക്ക് വേണം അപ്പാ. സാന്നിധ്യം ഞങ്ങൾക്ക് വേണം കർത്താവേ. അപ്പാ, ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ ഏൽപ്പിക്കട്ടെ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരിക. ഹല്ലേലൂയ. ഇന്നുവരെയും സൂക്ഷിച്ചു ദൈവം, പരിപാലിച്ചു ദൈവം, പിന്നെയും ഞങ്ങളെ സൂക്ഷിപ്പാൻ സർവശക്തന ബലമുള്ള കരങ്ങളെ സമർപ്പിക്കട്ടെ തമ്പുരാനെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടപ്പാ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ കർത്താവെ. സമാധാനത്തോടും സൗഖ്യത്തോടുമൊക്കെ സൂക്ഷിച്ചു കൊള്ളുമാറാകണം. ആവശ്യമാർന്നതെല്ലാം ഉയർത്തിൽ ദാനമായി തന്ന് പോറ്റി പുലർത്തുമാറാകണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ ഭാവിയെ ഏൽപ്പിക്കട്ടെ, അവരുടെ പഠനം ഏൽപ്പിക്കട്ടപ്പാ, അവരുടെ ജോലി ഏൽപ്പിക്കട്ടെ, കുടുംബജീവിതം ഏൽപ്പിക്കട്ടപ്പാ. എൻ്റെ കർത്താവെ, നീ കൺമണി പോലെ സൂക്ഷിക്കണം, പരിപാലിക്കണം. ആവശ്യമാകരുത് പറഞ്ഞ് മാനിക്കണം. ശത്രു അവരെ കാണരുത്, ദുഷ്ടപിശാച് അവരെ തുടരുത്. അന്ധകാരത്തിൻ്റെ ഒന്നും കടന്നു വരാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളുമാറാകണമേ കർത്താവെ. ദൈവഭയത്തിലും ഭക്തിയിലും ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണം. അവരുടെ ചെറുതും വലുതുമായ ക്ലാസ്സുകളിലെ പഠനത്തെ കർത്താവ് മാനിക്കുമാറാകണം. പ്രത്യേകിച്ച് 10ലും 11ലും 12ലും പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നപ്പാ. വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു തരട്ടപ്പാ. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ. OITയും IELTS പഠിക്കുന്ന മക്കളുണ്ട്, ജർമ്മൻ പഠിക്കുന്ന മക്കളുണ്ട്, പ്രൊമറ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുത്തവരെ കാത്തുകൊള്ളണം. നന്നായി പഠിക്കണം, നന്നായി പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ വിജയിക്കണം. അവരാഗ്രഹിച്ച സ്ഥാനത്ത് അവരെ കൊണ്ടുവന്നെത്തിക്കണം. അപ്പച്ചൻ്റെ ബലമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്ന കർത്താവ്. റിസൾട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജയം നൽകി അനുഗ്രഹിക്കേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നപ്പാ. തടസ്സം മുടക്കം കൂടാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കടന്നു പോകാൻ ഇടയാക്കുമാറാകണം. സകല വഴിയും വാതിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ അപ്പച്ചൻ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ്, ഈ സമയം ഹല്ലേലൂയ കർത്താവ്, ഞങ്ങളുടെ ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും ബലവും കൊടുത്ത് സമാധാനത്തിൽ കാത്തുകൊണ്ട് എല്ലാ നന്മയും കൊടുത്ത് നിറയ്ക്കുമാറാകണം. ഞങ്ങളുടെ വിവാഹപ്രായമായ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണ ലഭിക്കണം കർത്താവെ. അവരുടെ വിവാഹം നടക്കണം കർത്താവെ. ഈ 2024 തീരുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. അതിന്മേലൊക്കെയും ഒരു തീർപ്പ് കൽപ്പിക്കണമേ കർത്താവെ. സ്വർഗം തക്ക തുണി ഒരുക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം സ്തോത്രം അപ്പ. കർത്താവ്, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുണ്ട്. തലമുറകളെ നൽകി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ ആ ഗർഭിണികളായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ സമർപ്പിക്കുന്നു. മാസം തികയോളം കൂടെയിരിക്കണേ, സുഖപ്രസവം നൽകണമേ, ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ, സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. ദൈവമായ കർത്താവെ, യാത്ര ചെയ്യുന്ന ഓരോ പ്രിയ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം യാത്ര തിരിക്കേണ്ട മക്കളുണ്ട്, അവരുടെ യാത്രയിൽ കൂടിയിരിക്കണം. സുഖകരമായ ഭവനത്തിലെത്തുവോളം കൃപയിൽ അങ്ങ് മറയ്ക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. തമ്മിൽ കുഞ്ഞുങ്ങളെ സ്നേഹമില്ലാതെ വളരുന്നവരുണ്ട്. മാതാപിതാക്കൾ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാത്തവരുണ്ട്. ദൈവമേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. നല്ല ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന കുടുംബമുണ്ട്. ദൈവസന്നിധിയിൽ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നല്ല ഭവനത്തിനായി ആഗ്രഹിക്കുന്നവരുണ്ടപ്പാ. നീ അവിടുന്ന് ആ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മനസ്സറിയണം, കരുണ കാണിക്കണം. അവിടുത്തെ ദിവ്യ സമാധാനം ഓരോ കുടുംബങ്ങൾക്കും നൽകുമാറാകണം. കുഞ്ഞുങ്ങൾ ദൈവഭക്തിയിലും സ്നേഹമുള്ളവരായി വളരുവാൻ ഇടയാക്കുമാറാകണം. ഏറ്റവും ശ്രേഷ്ഠമായ നിലവാരത്തിൽ നല്ല ജോലിയിലൊക്കെ പ്രവേശിപ്പാൻ ഇടയാക്കുമാറാകണം. പ്രാർത്ഥിച്ചേൽപ്പിച്ചത് കർത്താവേ, സ്തോത്രം സ്തോത്രപ്പാ. ഈ സമയം ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. വാടക ഭവനങ്ങളിൽ കഴിയുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, നീ സ്വന്തമായി തലചായ്പാൻ ഒരു ഭവനം തന്നെ മക്കൾക്ക് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയേ കർത്താവ്. അത്ഭുത വഴികളെ തുറക്കണമേ കർത്താവ്. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനത്തിൻ്റെ പണികളെയും പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുത്താട്ട് കർത്താവ്. സ്തോത്രം സ്തോത്രം കർത്താവ്. ഹല്ലേലൂയ. എൻ്റെ സ്വർഗം അങ്ങനെ ഒരുക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. പുതിയ സന്തോഷം, സമാധാനം, സൗഖ്യം, ദൈവകൃപ, അനുഗ്രഹമൊക്കെ കൊടുത്ത മക്കളെ നിറച്ചാട്ടപ്പ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പ്രത്യേകിച്ചും ഹല്ലേലൂയ കർത്താവേ, മധ്യത്തിൽ മയക്കുമരുന്നിൽ കഴിയുന്ന ജീവിതങ്ങളെ ഓർക്കുന്നു. സ്വർഗമേ, മാനസാന്തരം നൽകണമേ അപ്പ. നശിച്ചു പോകാൻ അനുവദിക്കല്ലേ കർത്താവേ. തൻ്റെ മക്കളോട് കരുണ കാണിക്കണവരെ രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ, ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും ഉള്ളതുപോലെ കാണുന്ന ദൈവം, അവിടുന്ന് ഉള്ളതുപോലെ അറിയുന്ന ദൈവമായ കർത്താവേ, ക്യാൻസർ രോഗികളെ ഏൽപ്പിക്കുന്നു, കിഡ്നി രോഗികളെ ഏൽപ്പിക്കുന്നു, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ ഏൽപ്പിക്കുന്നു, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരെ ഏൽപ്പിക്കുന്നു, ഉദര സംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് റിപ്പോർട്ട് കാത്തിരിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. അവിടുത്തെ ദൃശ്യമാർന്ന കരം വയ്ക്കണമേ, അത്ഭുതമാർന്ന കരം വെച്ചിരിക്കാൻ സ്തോത്രം. അപ്പൻ്റെ ഒരു തുള്ളി രക്തം കുത്തിവെക്കണമേ. നോർമലായൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കാൻ സഹായിക്കുമാറാകണമേ. ബലമുള്ള കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. സ്വർഗം അങ്ങനെ ചെയ്തു തരുന്ന ദൈവമാകിയാൽ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചികിത്സിച്ചാൽ ഭേദമാകാത്തൊന്നും നൽകിത്തരില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. ഈ സമയം ദൈവമായ കർത്താവേ, കൈകാലുക്ക് വേദനകളാൽ, മുട്ടിൻ്റെ വേദനയാൽ, നടുവിൻ്റെ വേദനയാൽ ഭാരമുള്ളവരുണ്ട്. ശരീരമാസകലം നീർക്കെട്ടും വേദനയുമാൽ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, അലർജിയുള്ളവർ, ആസ്മ രോഗമുള്ളവർ, ഹല്ലേലൂയ കർത്താവേ, അലർജിയുടെ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നവരെയെല്ലാം ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തൈറോയിഡുള്ളവരുണ്ട്, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറുമുള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ കർത്താവ്, കാഴ്ചയും കേൾവിയുമില്ലാത്തവർ, ഓർമ്മയും ബുദ്ധിയുമില്ലാത്തവർ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുന്ന് സഹായിക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു നാഥ. സ്തോത്രം സ്തോത്രം കർത്താവ്. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. ആ സ്നേഹത്തിൻ്റെ കരം, സൗഖ്യത്തിൻ്റെ കരം, വിടുതലിൻ്റെ കരം ഓരോ മക്കളുടെ പേരും വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ കർത്താവ്. ഉറക്കമില്ലാത്ത അനേക ജീവിതങ്ങളുണ്ട്. നല്ല ഉറക്കവും ആശ്വാസം അവർക്ക് കൊടുക്കണമേ. തലമുടി കൊഴിയുന്ന ജീവിതങ്ങളുണ്ടപ്പാ. എൻ്റെ അപ്പനറിയാതെ ഞങ്ങളുടെ തലയിൽ ഒരു മുട്ടി പോലും കൊഴിയുകയില്ലപ്പാ. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ കർത്താവേ, അങ്ങ് സൗഖ്യദായകനാകിയാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവേ. ആമേൻ. കാൽവരി ക്രൂശിലെ ഒരു തുള്ളി രക്തം മതി, ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കും. എൻ്റെ സ്വർഗം മനസ്സറിയണം. ആശുപത്രി മുറിക്കുള്ളിലും ഭവനങ്ങളിലും കഴിയുന്ന ജീവിതങ്ങളെ ഈ സമയം ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. മാനസികമായ ഭ്രാന്തിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. സ്വസ്ഥതയും സമാധാനമില്ലാത്തവരുണ്ട്. തമ്പുരാൻ്റെ പൊന്നുകരങ്ങളിലോട്ട് തരിക. അവിടുത്തെ ദിവ്യ സമാധാനം ആർക്കും കൊടുക്കാൻ പറ്റാത്തത് ഓരോ മക്കൾക്ക് നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാടി നരമ്പുകളെ ബലപ്പെടുത്തണമേ, കേടുപാടുകളെ പോക്കണമേ.
എൻ്റെ സ്വർഗം അവിടുന്ന് അത്ഭുത വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഓരോ ജീവിതങ്ങളെയും ഒരുക്കുമാറാകണം നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കിടക്കുകളിലും വീൽ ചെയറിലും ആയിരിക്കുന്നവർ, കൈകാൽക്ക് ചലനമില്ലാത്തവർ, കർത്താവ് നാളുകളായി ഒന്നും നടക്കുവാൻ കഴിയാതെ കിടക്കുകളിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ്, അവരോടൊന്ന് മനസ്സലിവ് കാണിക്കണമേ, കരുണ കാണിക്കണമേ. കർത്താവ്, അങ്ങനെ തൊടുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ബലനിലുള്ള മനുഷ്യനാപ്പാ ഭാഗ്യവാൻ. അഭാഗ്യാവസ്ഥയിൽ ഓരോ മക്കളെയും സ്വർഗം നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലിയോടെ എല്ലാ അസ്വസ്ഥതകൾക്കും സൗഖ്യം തരുവാൻ കഴിവുള്ള രക്തം കാൽവരി രക്തമാകിയാൽ ഒരു തുള്ളി രക്തം ഞങ്ങളുടെ മേൽ മുദ്രയിടണം, ഒരു തുള്ളി രക്തം ഞങ്ങളുടെ മേൽ കുത്തിവയ്ക്കുമാറാകണം. ഞങ്ങൾ സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കുമാറാകണം. എല്ലാ പ്രാർത്ഥനാ വിഷയപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. കർത്താവ്, ശാരീരികമായും മാനസികമായും ആത്മീയമായും ഭൗതികമായുമുള്ള നന്മകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഓർക്കുന്നു. ആത്മാർത്ഥതയോടെ അർപ്പണാബോധത്തോടെ എല്ലാം ചെയ്തിരിപ്പാൻ കൃപ കൊടുത്താട്ടെ. സുശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. കർത്താവ്, ശുഷ്കാന്തിയുടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഓരോ മക്കളെയും അവിടുന്ന് ഒരുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. കർത്താവ്, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ പ്രിയ മക്കളെയും ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഹൃദയ സമാധാനം സ്വർഗം നൽകി മുൻപോട്ട് ജീവിപ്പാനുള്ള പ്രത്യാശ കൊടുത്ത് നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സകലതും നഷ്ടപ്പെട്ട് നെഞ്ചുനീരിപ്പുകയുന്ന വേദനയിൽ കടന്നു പോകുന്ന ഓരോ ജീവിതങ്ങളെയും ഈ സമയം ഓർക്കുകയപ്പാ. നീ അവിടുന്ന് സകലതും ഒരുക്കുന്ന ദൈവമാ. സ്തോത്രം. സൗഖ്യത്തോടും സമാധാനത്തോടും എല്ലാ സംതൃപ്തിയോടും ഓരോ മക്കളെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കുന്ന കരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. രക്ഷാപ്രവർത്തനം ചെയ്യുന്ന മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണേ. എല്ലാ സമാധാനവും സൗഖ്യവും സമൃദ്ധിയും ഓരോ മക്കൾക്ക് നൽകി കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണമേ, ഞങ്ങളുടെ ചുറ്റുപാടുകളോട് കരുണ കാണിക്കണേ, ഞങ്ങളുടെ അയൽകുടുംബങ്ങളോട് കരുണ കാണിക്കണേ, ഞങ്ങളുടെ സഹോദരവർഗ്ഗങ്ങളോട് കരുണ കാണിക്കണേ, ഞങ്ങളുടെ അനാഥരോടും വിധവകളോടും കരുണ കാണിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ, ഞങ്ങളുടെ യുവതീ-യുവാക്കന്മാർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം തരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശത്രു കാണാതെ വണ്ണം മറയ്ക്കണം, രക്തകോട്ടകളിൽ മറയ്ക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. ഈ നാളുകളിൽ കർത്താവിൻ്റെ വരവേറ്റം അടുത്തിരിക്കുമ്പോൾ ഹാലലിയ ഒരുക്കത്തോടി നാളുകളിലെ പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ഓരോ ജീവിതങ്ങളെയും ഒരുക്കണമേ അപ്പ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നപ്പ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ പ്രാർത്ഥനാ വിഷയപ്പനത്തിന് മുൻപാകെ സമർപ്പിക്കുന്നു. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജലപ്രളയത്തിൽ ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ രാജ്യങ്ങളെയൊക്കെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന്മേൽ സൗഖ്യമയക്കണമേ, സമാധാനമയക്കണമേ. കർത്താവ്, എല്ലാ കഷ്ടങ്ങളിൽ ഞങ്ങളെ വീണ്ടെടുക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.